തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് നാളെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. സംസ്ഥാന തലങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലുമാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. മഹാത്മാഗാന്ധിയുടെ പേരൊഴിവാക്കരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ധനുസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനുസുമോദ്, വിശദാംശം. മഹാത്മാഗാന്ധിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ ഉള്ളിൽ തന്നെ ഇന്ന് പ്രതിഷേധം നടത്തിയിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയിരുന്നത്. പാർലമെന്റ് ഉള്ളിലെ ഇത്തരത്തിലുള്ള സംസ്ഥാനത്തിന് കൂടാതെ പാർലമെന്റിന്റെ വെളിയിലും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് എംപിമാർ നടത്തിയത്. മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാർലമെന്റിനുള്ളിൽ പ്രിയങ്ക ഗാന്ധി സംസാരിച്ചപ്പോൾ മറ്റ് എംപിമാരും മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇതുകൂടാതെ അടുത്ത ഘട്ടം ഒരു സമരം എന്ന തരത്തിലാണ് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും സെക്രട്ടേറിയറ്റുകൾക്ക് മുന്നിലും എല്ലാ ജില്ലാ കളക്ടറേറ്റ് മുന്നിലും സമരം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഈ PCCകൾ ഈ സംസ്ഥാന തലത്തിൽ ഇത്തരത്തിലുള്ള സമരത്തിന് നേതൃത്വം നൽകണം, ചുക്കാൻ പിടിക്കണം, എല്ലാ DCCകളെയും ഇത്തരത്തിൽ സമരരംഗത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ മറ്റു പ്രതിപക്ഷ പാർട്ടികളൊന്നും സമരത്തിനെത്തിയിട്ടില്ല. ഇപ്പോൾ പാർലമെന്റിന് വെളിയിൽ ഇടതുപക്ഷം സമരം ചെയ്തിരുന്നു. പക്ഷേ ഒരു പ്രത്യക്ഷമായി തെരുവിൽ സമരം ചെയ്യുന്ന ആദ്യ പാർട്ടി കോൺഗ്രസ് തന്നെ ആവണം എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും നേരത്തെ 10% മാത്രമായിരുന്നു തൊഴിലുറപ്പിലേക്കുള്ള ഒരു വിഹിതം ഉണ്ടായിരുന്നത്. ഇത് 40% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സംസാരിച്ച സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എല്ലാവരും കൃത്യമായി ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാനങ്ങൾക്ക് വേതനഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടി കൂടിയാണ് ഈ ഭേദഗതി ബില്ലിലൂടെ നടപ്പാക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തുടർ നടപടിയായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്.